എന്റെ പേർക്ക് എത്ര വാങ്ങിയാലും ബാക്കിയാവാത്ത ഐറ്റാണ് കേട്ടോ നേന്ത്രപ്പഴം. അപ്പൊ ഇന്ന് ഇത് വെച്ചിട്ട് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കാം. ഇതിനെ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുന്നതായിരിക്കും. എന്റെ വീട്ടിൽ പക്ഷെ ഇത് അപൂർവം ചില സമയങ്ങളിൽ മാത്രമേ ഉണ്ടാക്കലുള്ളൂ. അപ്പൊ സംഭവം എന്താ മനസ്സിലായ? അതന്നെ നമ്മളെ കണ്ണൂർക്കാരെ സ്വന്തം കായ് നിറച്ചത്. ഇത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കല് പുതിയാപ്പിളാര വരുന്ന ടൈമിൽ മാത്രമാണെന്നെല്ലാം പറയാം. പഴമുണ്ടല്ല എണ്ണയിലിട്ട് മുക്കി പൊരിച്ചെടുക്കുന്നതാണ് കേട്ടാ ഇതിന്റെ ഒരു രീതി. പക്ഷെ ഞാനുണ്ടല്ല നെയ്യ് അയച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് വാട്ടിയെടുത്തിട്ടേ ഇല്ലേ. ഇനി ഇതിന്റെ ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് അയച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് വാട്ടിയെടുക്കണേ. എന്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിട്ടില്ല. ഇനി ആ സെയിം പാനിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങയും പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടാല് നമ്മളെ ഫില്ലിങ് ഇട റെഡിയായേ. എന്നിട്ട് നമ്മള് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ടല്ല നടുകെ ഒരു കയറിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഫില്ലിങ്ങും കൂടി നിറച്ചു കൊടുത്താല് നമ്മള് കായ് നിറച്ചത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് കാണാന്? അടിപൊളിയല്ലേ? കഴിക്കാനും അടിപൊളിയേനും. നിങ്ങൾ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ല ഇപ്പൊ തന്നെ ഉണ്ടാക്കിക്കോ, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ